നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്ന ഒരു സാലഡാണ്, ഒരു സ്പെഷ്യൽ സാലഡാണ്. ഞാൻ ഈ സാലഡ് കൂടുതലായിട്ട് എടുക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ബഹുമാന്യ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന്റെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, ഒരു നല്ല സാലഡ് റെസിപ്പി പോലും നമുക്ക് കൊടുക്കാനില്ലല്ലോ, അല്ലെങ്കിൽ ഒത്തിരി ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്, അവരാരും നല്ലൊരു സാലഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെയുണ്ട്, സാലഡ് വളരെ ഡെലീഷ്യസ് ആണ്, വളരെ ഹെൽത്തിനെ പ്രൊവൈഡ് ചെയ്യാൻ പര്യാപ്തമാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു മഷ്റൂം കോളിഫ്ലവർ സാലഡാണ്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സാലഡാണ്. സാലഡ് എന്ന് പറയുന്നത് സമ്പൂർണ്ണ ഫുഡ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്. കാരണം അത്രയും ഹെൽത്തിയാണ്. നമ്മൾ വളരെ മിക്കവാറും സാലഡുകളൊക്കെ നമ്മൾ റോ ആയിട്ട് തന്നെ ചെയ്യുന്നു. വളരെ റെയർ ആയിട്ട് മാത്രമേ നമ്മളൊന്ന് സോർട്ട് ചെയ്തൊക്കെ ചെയ്യുന്നുള്ളൂ. എന്താണേലും സോർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ പോലും അതിന്റെ ഒരു ആരോഗ്യ ഗുണം നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സാലഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ കോളിഫ്ലവർ മഷ്റൂം സാലഡാണ്. അതിന്റെ കൂടെ ഞാൻ കാപ്സിക്കോട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ പച്ചക്കറിയെ കുറിച്ച്, ഓരോ ആഹാര സാധനത്തെ കുറിച്ച് പഠിച്ചു വരുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ ഇത്രയും ഗുണങ്ങളുണ്ടോന്ന് അറിയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന കോളിഫ്ലവർ ആണ്. കോളിഫ്ലവറിന് ഒരു 100 ഗുണങ്ങൾ, നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ഒരു ക്രൂസിഫറസ് വെജിറ്റബിൾ ആണ്. നമ്മുടെ വയറിന്റെ ഗട്ട് ഹെൽത്തിനും ഹാർട്ടിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ഓവറോൾ ഹെൽത്തിനും ദഹനത്തിനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് കോളിഫ്ലവർ. വിറ്റമിൻ സി ആയാലും വിറ്റമിൻ കെ ആയാലും സമ്പുഷ്ടമായ കോളിഫ്ലവർ പൊട്ടാസ്യത്തിന്റെ നല്ലൊരു സ്രോതസ്സും സൾഫറിന്റെ നല്ലൊരു ഖനിയും കൂടിയാണ്. നമ്മൾ കോളിഫ്ലവർ കഴിക്കുമ്പം നമുക്കൊരു ഫുൾനെസ് തോന്നും. നമ്മൾ ഏത് ആഹാരം കഴിക്കുമ്പോഴും നമുക്കൊരു ഫുൾനെസ് തോന്നുന്ന ആഹാര പദാർത്ഥം നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും, അല്ലെങ്കിൽ ഒട്ടുമിക്ക പോഷകങ്ങളും നമുക്ക് തരുന്നതായിട്ട് നമ്മൾ ചിന്തിക്കണം. മറിച്ച് നമ്മൾ വേറൊരു കാർബോഹൈഡ്രേറ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഏതെങ്കിലും കാർബോഹൈഡ്രേറ്റ് എടുത്താൽ ഉടനെ അത് അടുത്ത കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കത് വിശക്കുന്നതായി തോന്നാം. കാരണം ബോഡിക്ക് ആവശ്യമുള്ളത് അവിടെ ചെന്നിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു മുട്ട എടുക്കുകയാണെങ്കിൽ, നമ്മൾ 2 മുട്ട കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. മുട്ടയിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കോളിഫ്ലവറും. ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ആഹാര പദാർത്ഥമാണ്, ഒരു വെജിറ്റബിൾ ആണ്. അടുത്ത പച്ചക്കറി നമ്മുടെ ക്യാപ്സിക്കാണ്. ഞാനൊരു 200 ഗ്രാം ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോളിഫ്ലവർ 200 ഗ്രാം. നമ്മള് കൂണാണെങ്കിൽ, മഷ്റൂം ആണെങ്കിൽ 200 ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ്. ക്യാപ്സിക്ക ഒരു സൂപ്പർ വെജിറ്റബിളാണ്. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ബോഡിയിലെ നീർക്കെട്ടിനെ കളയാൻ വളരെ പര്യാപ്തമായ കഴിയുന്ന ഒരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് ആരെങ്കിലും ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയും കൂടിയാണ്. പിന്നെ നമ്മുടെ കണ്ണിന്റെ ഹെൽത്തിനെ, അതുപോലെ തന്നെ നമ്മുടെ വയറിന്റെ ഹെൽത്തിനെ, ഹാർട്ടിന്റെ ഹെൽത്തിനെ ഒക്കെ നന്നായിട്ട് പരിപോഷിപ്പിക്കുന്ന ഒരു പച്ചക്കറിയും കൂടിയാണ് ക്യാപ്സിക്കം. നമ്മുടെ സാലഡിന്റെ അടുത്ത ഐറ്റം കൂണാണ്. 200 ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ബട്ടൺ മഷ്റൂമാണ്. മഷ്റൂമിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. കാരണം വിറ്റമിൻ ബിക്ക് തന്നെ ഒരു 8 ഘടകങ്ങളുണ്ട്. അതിൽ 4 ഘടകങ്ങളും ഉള്ള ഒരു പച്ചക്കറിയാണ് മഷ്റൂം. നമ്മൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഒരു ഫുഡ് ഐറ്റമാണ് കൂണ്. കാരണം അതിനകത്ത് വിറ്റമിൻ ഡി നല്ലൊരു സ്രോതസ്സാണ്. അതുപോലെ തന്നെ വിറ്റമിൻ ബിയുടെ 4 ഘടകങ്ങൾ നമ്മുടെ കൂണിനകത്ത് സുലഭമായിട്ടുണ്ട്. നമ്മുടെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു, നമ്മുടെ വെയിറ്റിനെ നിയന്ത്രിക്കുന്നു. വളരെ ആന്റി ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഭക്ഷ്യ വസ്തുവും കൂടിയാണ് കൂണ്. നമുക്കിനി കുക്കിങ്ങിലേക്ക് പോകാം. നമ്മുടെ പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ നമുക്കിവിടെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വളരെ നേരിയതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മളിത് കോളിഫ്ലവർ ആദ്യം നമ്മൾ ഒരു ചൂടുവെള്ളത്തിൽ 1 മിനിറ്റ്, തിളച്ച വെള്ളത്തിലേക്ക് 1 മിനിറ്റ് ഇട്ട് ഒന്ന് ബ്ലാഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മറ്റു 2 പച്ചക്കറികളെ അപേക്ഷിച്ച് ഇതിന് ഇച്ചിരി വേവ് കൂടുതലുള്ളത് കൊണ്ടാണ്. കോളിഫ്ലവർ ഒരു ക്രൂസിഫറസ് വെജിറ്റബിൾ ആണ്. ക്രൂസിഫറസ് വെജിറ്റബിളിനോട് ഗ്ലൂക്കോസൈഡ് എന്ന് പറഞ്ഞ ഒരു നേരിയൊരു കെമിക്കൽ ഉണ്ട്. അത് നമ്മുടെ തൈറോയ്ഡ് ഉള്ളവർക്ക് അവരുടെ അസുഖത്തിന്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഉത്പാദനത്തിന് ഹിൻഡർ ചെയ്യണമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മളിത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് തൈറോയ്ഡുള്ള ആരും തന്നെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒന്ന് വെള്ളത്തിലിട്ട്, ചൂടുവെള്ളത്തിൽ എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സോട്ട് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ചൂടിൽ വിഘടിച്ചു പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. കാരണം ക്രൂസിഫറസ് വെജിറ്റബിൾ എന്ന് പറയുന്നത് ഭയങ്കര ആന്റി ക്യാൻസർസ് ഉള്ളൊരു വെജിറ്റബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ബോഡിക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു പച്ചക്കറിയും കൂടിയാണ്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ കോളിഫ്ലവർ മാത്രം വെള്ളത്തിലൊന്ന് ബ്ലാഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. 1 മിനിറ്റ് എടുക്കുന്നുള്ളൂ. 1 മിനിറ്റ് ഇടുക.
നമ്മൾ കോരി എടുക്കുക. ഞാൻ നോൺ സ്റ്റിക് പാത്രങ്ങളാണ് സാധാരണയായിട്ട് എടുക്കുന്നത്. കാരണം നമ്മുടെ പച്ചക്കറികളൊക്കെ അതിന്റെ കളറൊക്കെ ഒന്ന് റിട്ടൈൻ ചെയ്യാനും ആ കളർ അതിന്റെ ഒറിജിനൽ കളറിൽ ഇരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സ്ട്രക്ചറൊക്കെ കിട്ടാനായിട്ട് എപ്പോഴും നോൺ സ്റ്റിക് പാത്രങ്ങളാണ് നല്ലത്. ഞാൻ അതിലേക്ക് പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഒരു 5 അല്ലി എടുത്ത് അരിഞ്ഞ് ഇതിനകത്ത് വാട്ടിയെടുക്കാം. വെളുത്തുള്ളിയുടെ ഗുണങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീരാത്ത അത്ര ഗുണങ്ങളുണ്ട്. കാരണം നമ്മുടെ ഹാർട്ട് ഫ്രണ്ട്ലി നമ്മുടെ ബ്ലഡ് തിന്നറും കൂടിയാ, നാച്ചുറൽ ബ്ലഡ് തിന്നറാ. അത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഹാർട്ടിന് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനെയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പച്ചക്കറി സ്പൈസാണ് വെളുത്തുള്ളി. നമ്മൾ നമ്മുടെ കുക്കിംഗ് തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. നമ്മുടെ വെളുത്തുള്ളി ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കോളിഫ്ലവർ ആണ്, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആണ് നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ ഡ്രെയിൻ ചെയ്തെടുക്കുമായിരിക്കും നല്ലത്. കാരണം നമ്മളുടെ ക്യാപ്സിക്കത്തിനും മഷ്റൂമിനും വേകുമ്പോൾ അതിൽ നമുക്കിത് ഈ പാത്രത്തിലേക്ക് വെള്ളം വരും. ക്യാപ്സിക്കം അതുപോലെ നമ്മൾ വീതി കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അടുത്തായിട്ട് ഇടുന്ന കൂണാണ്. ഒരു കൂണ് ഞാൻ 8 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ബട്ടൺ മഷ്റൂമാണ്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഞാനിതിവിടെ മൂടി വെക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കൂണിൽ നിന്നും നമ്മുടെ കാപ്സിക്കത്തിൽ നിന്നൊക്കെ നന്നാപോലെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം ഒന്ന് വറ്റിയാലേ നമ്മുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സാലഡ് ഫോമിലേക്ക് ആവുള്ളൂ. കൂണിൽ നിന്നും നമ്മുടെ കാപ്സിക്കത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതൊന്ന് വറ്റാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഒരു 20 കുരുമുളക് പൊടിച്ചും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓരോരുടെ ഓപ്ഷൻ അനുസരിച്ച് കുറച്ചും കൂടുതലും രുചിക്ക് അനുസരിച്ചും രുചി താല്പര്യങ്ങൾ അനുസരിച്ചും ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ കുരുമുളകിന്റെ കൂണ് വരുന്നതിന്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ വേറൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പച്ചക്കറിയുടെയും കളറ് വ്യത്യാസം വന്നിട്ടില്ല. അതൊന്നും വെള്ളമൊന്നും വറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഇവിടെ റെഡിയാണ്. സാലഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര പോഷക ഗുണങ്ങളും സമൃദ്ധമാണ്. അതുപോലെ തന്നെ നമുക്ക് ആർക്ക് വേണേലും, കുക്കിംഗ് അറിയാൻ മേലാത്ത ഒരാൾക്ക് വേണേലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. നമ്മളെപ്പോഴും ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് സമയങ്ങൾ എടുക്കുന്ന കുക്കിംഗ് ആയിരിക്കണം പ്രിഫർ ചെയ്യണം. കാരണം ഇപ്പോഴും എല്ലാവരും തിരക്കുള്ളതാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വരുമ്പോൾ നമുക്ക് തന്നെ സ്വയം നല്ല ആരോഗ്യകരമായ ഫുഡ് നമ്മൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. നമ്മളൊന്ന് പഠിച്ചെടുത്താൽ മതി എന്തൊക്കെയാണ് നല്ല ഫുഡും അങ്ങനെ ഒന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കുക്കിംഗ് ഒരിക്കലും ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്കൊരു ഏത് പുരുഷനാണേലും സ്ത്രീ ആണേലും അവനവന് ആവശ്യമുള്ള ഫുഡ് അവനവൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള സിമ്പിളും എന്നാൽ ഡെലീഷ്യസും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന്റെ കൂടെ നമ്മളൊരു 2 കഷ്ണം മീനും കൂടെ വറുത്തെടുത്താലും നമ്മുടെ അത്താഴങ്ങൾ വളരെ പ്രോട്ടീൻ ഫുഡും പ്രോട്ടീൻ റിച്ചും അതുപോലെ തന്നെ വെജിറ്റബിൾ റിച്ചും. നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്കൊരു ഡയറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മാത്രം മതിയാവും. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓവർ വേണ്ട ആവശ്യമില്ല. ഒരു സാലഡ് നമ്മൾ ഓവർ വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ കഴിക്കുമ്പോൾ ഒരു പച്ച ചുവയ്ക്കാതിരുന്നാൽ മതി. വെന്ത് കുഴഞ്ഞു പോയാൽ അതിന്റെ ഒരു നല്ലൊരു ടെക്സ്ചറോ അല്ലെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റോ കിട്ടത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ എല്ലാ പച്ചക്കറികളും ആസ്വദിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. അതിന്റെ കളറ് നമ്മൾ ഓൾറെഡി റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നമ്മളെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് 3 പ്ലേറ്റിലേക്ക്, ചെറിയ പ്ലേറ്റിലേക്ക് പകുത്ത് വെക്കുകയാണ്. നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ കൂടെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് പനീറിന്റെ എന്തെങ്കിലും ഒരു നല്ല പ്രിപ്പറേഷൻ, നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പ്രോട്ടീൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനോ അതുപോലെ മീനോ നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ നമുക്ക് കഴിച്ചാൽ നമ്മുടെ അത്താഴങ്ങൾ വളരെ പോഷക സമൃദ്ധവും നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതായിരിക്കും.